റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ കുഞ്ഞുങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ഒരു നല്ല പ്രഭാതം കൂടെ കണ്ടുണരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചു. ജീവനുള്ള ദേഹികളാക്കി തീർത്ത ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തന്നെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അല്പനിമിഷം ഒന്നടുത്ത് വരാം. ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് ഒരല്പനിമിഷം നാം ചിന്തിക്കാൻ പോകുന്നത് പിശാച് സമ്മതിക്കുകയില്ല എന്നതാണ്. എന്താണ് പിശാച് സമ്മതിക്കാതിരിക്കുന്നത്? പിശാചിന് വെറുപ്പുള്ളത് എന്താണ്? ഏത് കാര്യത്തിലാണ് പിശാച് നോട്ടമിടുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് അല്പനിമിഷമായി ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയരെ, ഒറ്റ വാക്കിലൂടെ പറഞ്ഞാൽ ഒരു വ്യക്തി വിശുദ്ധ വേദപുസ്തകത്തെ വായിക്കുന്നതോ, അതായത് ധ്യാനിക്കുന്നതോ, പുസ്തകത്തെ ചുമക്കുന്നതോ ഒന്നും തന്നെ പിശാചിന് ഇഷ്ടമുള്ള കാര്യം അല്ല. നമുക്കറിയാം, പുസ്തകം വായിക്കുവാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ ചിലർക്ക് ഉറക്കം വരും. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങിയാൽ തന്നെ എന്തു ചെയ്യും? പെട്ടെന്ന് ഉറക്കം വരും. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടി പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഉറക്കം വേണമെങ്കിൽ വേദപുസ്തകം എടുത്ത് വെച്ച് വായിക്കുക. അപ്പോൾ തന്നെ പെട്ടെന്ന് അവർക്ക് ഉറക്കം വരും. അപ്പോൾ വേദപുസ്തകം വായിക്കാൻ കയ്യിലെടുത്താൽ ഉടൻ തന്നെ പലർക്കും ഉറക്കം വരുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ആ പുസ്തകം വായിക്കാനായിട്ട് എടുത്ത ഉടനെ അവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു ഫോൺ കോൾ വരും, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ കാളിംഗ് ബെല്ലടിക്കും, ആരെങ്കിലും വന്ന് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ പുസ്തകം വായിക്കാനുള്ള ഏകാഗ്രത അവരിൽ നിന്ന് നഷ്ടമാകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേദപുസ്തകം വായിക്കാൻ എടുത്താൽ ഉടൻ തന്നെ എന്തെങ്കിലും ഇനി കിച്ചണിൽ എന്തെങ്കിലും, അടുപ്പിൽ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വരുന്നുണ്ടോ, വീട്ടിലുള്ള മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുക, വെളിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുക. പുസ്തകം വായിക്കും, മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നമ്മളുടെ കോൺസെൻട്രേഷൻ നമ്മിൽ നിന്ന് നഷ്ടമാകും. നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ വരും. അപ്പോൾ ഇതൊക്കെ പിശാചാണ് അവൻ കൊണ്ടുവരുന്ന പല തന്ത്രങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ഒരു യഥാർത്ഥ ഒരു ഭക്തൻ വേദപുസ്തകത്തെ വായിച്ച് ധ്യാനിക്കുമ്പോൾ, പ്രിയരെ, ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. പുസ്തകം വായിക്കുന്നവന് ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധമുണ്ടാകും. കാരണം വിശുദ്ധ വേദപുസ്തകം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവനുള്ളവയാണ്. അതായത് വേദപുസ്തകം എന്ന് പറയുന്നത് തന്നെ വചനം ദൈവമാണ്. ദൈവത്തിൻ്റെ വാർത്തകളാണ് അതിലുള്ളത്. അത് ജീവനുള്ളതാണ്. അപ്പോൾ അത് വായിക്കാതിരിക്കാൻ വേണ്ടി പിശാചാണവൻ എന്ത് വേണമെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് പതിവാണ്. അതുപോലെ തന്നെ പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയിൽ ആ വ്യക്തിയുടെ ആത്മാവ് കർത്താവിനോട് കൂടെയായിരിക്കും. അതുമാത്രമല്ല, ആ വ്യക്തിക്ക് വീണ്ടും വീണ്ടും പുസ്തകം വായിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകും. വീണ്ടും പുസ്തകം വായിക്കാനുള്ളൊരു പ്രേരണയുണ്ടാകും. അതുപോലെ നിങ്ങളുടെ ആത്മാവിനെ നരകത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടി പിശാചാണവൻ ശ്രമിക്കും. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ പിശാചാണവൻ ശ്രമിക്കും. അപ്പോൾ വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകും. അവൻ്റെ ഉള്ളം അങ്ങനെ തുടിച്ചുകൊണ്ടേയിരിക്കും. കർത്താവിനോട് സംസാരിക്കണം, കർത്താവിൻ്റെ വചനം കേൾക്കണം. ഇങ്ങനെ ദൈവമായിട്ടുള്ളൊരു ബന്ധമായിരിക്കും. അവൻ്റെ ഉള്ളം ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ദൈവം ചെയ്ത നന്മകളെ, അത്ഭുത പ്രവർത്തികളെ നിങ്ങൾ വർണ്ണിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, വേദപുസ്തകത്തെ വായിച്ച് ധ്യാനിക്കുമ്പോൾ പിശാചാണവന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അയ്യോ, അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ എന്നുള്ള ഒരു ചിന്ത അവനെ ഭരിച്ചുകൊണ്ടിരിക്കും. ആ വ്യക്തി നമ്മുടെ കൈവിട്ടു പോയല്ലോ, നമ്മളിൽ നിന്ന് അകന്നു പോയല്ലോ, അവൻ ദൈവത്തോടടുത്ത് പോയല്ലോ എന്നുള്ള ആ ഒരു ചിന്തയും ആ ഭക്തനെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുവാൻ വേണ്ടി എന്ത് തന്ത്രമാണ് പ്രയോഗിക്കേണ്ടതെന്നതും അവൻ ചിന്തിച്ചു കൊണ്ട് ഇരിക്കും. അതുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? വേദപുസ്തകത്തെ വായിക്കുന്ന വ്യക്തികൾ ഭവനത്തിനകത്ത് ശക്തമായി ഉറച്ചു വായിക്കണം. നാം വായിക്കുന്ന മറ്റുള്ളവരും കൂടെ കേൾക്കട്ടെ. ഉറച്ചു വായിക്കണം. ഉറച്ചു വായിക്കുന്നവർ പിശാചാണവൻ. അവൻ എന്ത് ചെയ്യുന്നറിയാമോ?
അവൻ ഓടിപ്പോകും. அந்த இடத்தை വിട്ട് അവൻ ഓടിപ്പോകും. നിങ്ങൾ പുസ്തകത്തെ വായിക്കും തോറും നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും. ദൈവമായിട്ട് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കും. ദൈവം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇറങ്ങി വരും. മാത്രമല്ല ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, ഒരു അഭേദ്യ ബന്ധം നിങ്ങൾക്ക് അവിടെ സ്ഥാപിച്ചെടുക്കുവാനായിട്ടും സാധിക്കും എന്നത് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് വേദപുസ്തകം ഒരു പാഠപുസ്തകം വായിക്കുന്നത് പോലെയോ കഥപുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ അല്ല നാം വായിക്കേണ്ടുന്നത്. ഭയഭക്തിയോടുകൂടെ തന്നെ ഏകാഗ്രതയോടുകൂടെ നാം വേദപുസ്തകത്തെ വായിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇന്നേക്ക് ഞാൻ പലയിടങ്ങളിൽ കണ്ടിട്ടുള്ളൊരു കാര്യം, വേദപുസ്തകം വെക്കുന്ന ഇടത്ത് അയ്യോ ഫ്രൂട്ട്സ് ഐറ്റംസ് കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ മറ്റ് ചീപ്പ് കണ്ണാടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന ഇടത്തൊക്കെ വേദപുസ്തകം വെക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അല്ല ചെയ്യേണ്ടുന്നത്. വേദപുസ്തകം എന്ന് പറയുന്നത് തന്നെ ദൈവമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, അത് ജീവനുള്ളവയാണ്, അത് കർത്താവാണത്. അപ്പോൾ ദൈവമാകയാൽ ആ വചനത്തെ ഒരു ഭയഭക്തിയോടുകൂടി പരിശുദ്ധത്തോടുകൂടി ഇരിക്കുന്ന ഒരിടത്ത് നമ്മൾ വെക്കുന്നെങ്കിൽ അത് എത്ര മാന്യത ആണല്ലേ. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബെഡിലൊക്കെ അഡ്മിഷനിലിരിക്കുന്ന പേഷ്യൻ്റ് ബൈബിളും കൊണ്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, അവർ ആ ടേബിളിൽ വെച്ചിരിക്കും. അവരാ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് എന്തെല്ലാം തിങ്സുകൾ, ഒരുപാട് സാധനങ്ങൾ അവിടെ കാണും. ബൈബിളിൻ്റെ കൂടെ തന്നെ ചീപ്പും കണ്ണാടിയും സോപ്പും എല്ലാം കൊണ്ട് വെക്കുന്നത് കാണാൻ കഴിയും. ബ്രെഡ്, ഇതെല്ലാം അടുത്തടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ചേക്കും. അതൊന്ന് കവർ ചെയ്യുക, ഒന്ന് നീറ്റ വയ്ക്കുക, അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ വെക്കരുതേ, ദയവിച്ചത് കാണുന്ന സങ്കടമാണ്. വിശുദ്ധ വേദപുസ്തകം ഒന്നുകിൽ നിങ്ങളത് എടുത്തുകൊണ്ട് വരാതിരിക്കുക, കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ നീറ്റായിട്ട് ഉള്ള ഒരിടത്തിൽ വെക്കുക. എല്ലാം കസകസെന്ന് എല്ലായിടത്തിലും കൊണ്ടുവന്ന് ബൈബിള് വെക്കരുതേ എന്ന് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൂടെ പിശാച് വലിയ കാര്യമാക്കത്തില്ല, മനസ്സിലാക്കണം. നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൂടെ വിട്ടുവെച്ച് പോകും പിശാച്, അങ്ങനെ വലിയൊരു കാര്യമാക്കി അത് കളയത്തില്ല. എന്നാൽ വചനം വായിക്കുവാൻ പിശാച് ഒരിക്കലും സമ്മതിക്കത്തില്ല. വേദപുസ്തകം വായിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് വായിക്കോട്ടെ ഇട്ടുകൊണ്ടേയിരിക്കും. തുടർന്ന് കണ്ടിന്യൂസ് വായിക്കോട്ടെ വരുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ ദൈവത്തിൻ്റെ വചനമാണ് കയ്യിലിരിക്കുന്നുള്ളൊരു ഭയഭക്തി പോലും ഇല്ലാതെ അതങ്ങനെ അങ്ങനെ അങ്ങ് പോവുക. പക്ഷേ അത് നമ്മളെ മറ്റുള്ളവർ കാണുന്നതാണ്, ശ്രദ്ധിക്കുന്നതാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് വേണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു പൈശാചിക പോരാട്ടമാണ്. വചനം നിങ്ങൾക്ക് സംസാരിക്കുവാനോ വചനം വായിക്കുവാനോ ധ്യാനിക്കുവാനോ ഒന്നും കഴിയാതെ വരുന്നത് പൈശാചിക പോരാട്ടമാണ്. വേദപുസ്തകം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ നിറവിലല്ലേ നിങ്ങളായിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? ആത്മാവല്ലേ നിങ്ങളെ നടത്തുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വസിക്കുമ്പോൾ ഉറക്കം വരികയില്ല. അതുകൊണ്ട് ഉറക്കം വരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ആ വിഷയം എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇങ്ങനെയുള്ള എൻ്റെ ആ പോരാട്ടം, എന്നിലുള്ള പോരാട്ടം മാറ്റിത്തരണം. ദൈവത്തിൻ്റെ കൃപ അവിടെ വ്യാപരിക്കും, മനസ്സിലായോ? ആകയാൽ കുഞ്ഞുങ്ങളെ, വേദപുസ്തകത്തെ നാം വായിക്കുമ്പോൾ മനസ്സിരുത്തി ഏകാഗ്രതയോടുകൂടി നമ്മൾ വായിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. മറ്റുള്ള എല്ലാ ചിന്തകളും വെടിഞ്ഞിട്ട് കർത്താവിൻ്റെ വചനത്തെ വായിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങണം. എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? ഇന്ന് എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളോടാണ് ചോദിക്കുന്നത്, മാതാപിതാക്കളോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് തന്നെ പ്രാർത്ഥിച്ച് ആ പോരാട്ടത്തിൽ നിന്നൊരു വിടുതലുണ്ടാകുവാൻ നമ്മൾക്ക് പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ അടിസ്ഥാനം. വചനത്തിൽ നാം വേരൂന്നിയിരിക്കണം. നമ്മൾ വചനത്തിലൂടെ വേണം നമ്മൾ വളർന്നു വരുവാനായിട്ട്. അത് മാത്രമല്ല, ഇന്നേക്ക് പലരും വേദപുസ്തകത്തെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ആരാധനയ്ക്ക് കൊണ്ടുപോകാൻ മടിക്കുന്നവരുണ്ട്. വലിയ ബാഗൊക്കെ അവർ ചുമക്കും, ഒരു കുഴപ്പമില്ല, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ബൈബിൾ എടുക്കുന്ന കാര്യം വരുമ്പോൾ ഒന്നുകിൽ മുമ്പൊക്കെ വലിയ ബൈബിളായിരുന്നു എല്ലാവരും വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തീപ്പട്ടി സൈസിലുള്ള ബൈബിളും കൊണ്ടാണ് എല്ലാവരും പോകുന്നത്. ചെറിയ ബൈബിൾ മതി, അതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ചെറിയ ബൈബിൾ അതും മാറ്റി വെച്ചിട്ട് പലരും മൊബൈലിൽ വേദഭാഗങ്ങൾ വായിക്കുവാൻ തുടങ്ങി. മൊബൈൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താ പ്രശ്നം എന്നറിയാമോ? നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരും. ഉടൻ തന്നെ നിങ്ങളുടെ ശ്രദ്ധ പതറിപ്പോകുന്നു. നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ആരുടെ മെസ്സേജാണ്?
എന്ത് മെസ്സേജാണ് നമുക്ക് വന്നെന്നുള്ളത് നോക്കുവാൻ ഉടൻ തന്നെ നിങ്ങൾ ആ വേദഭാഗത്തു നിന്ന് നിങ്ങൾ സ്ലിപ്പായി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ നോക്കുവാനായിട്ട് പോകും. നിങ്ങളുടെ ശ്രദ്ധ അവിടെ പോയില്ലേ നിങ്ങളുടെ എല്ലാ കോൺസെൻട്രേഷനും അവിടെ നിന്ന് പോയില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ഒക്കെ മാറ്റിവെക്കണം. ഇന്നേക്ക് അനേകരും ഇങ്ങനെയൊക്കെയാ, പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ശ്രദ്ധ പതറിപ്പോകും, നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. ഉടൻ തന്നെ നമുക്കതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുന്നു. നമുക്ക് ശരിക്കും അത് വായിക്കുവാനായിട്ട് സാധിക്കത്തില്ല. മൊബൈൽ എന്ന് പറയുന്നത് കടൽ പോലൊരു സംഗതിയാണ്. പല കാര്യങ്ങൾ അതിലുള്ളത്, 1-2 കാര്യമല്ല. അപ്പം അതുകൊണ്ട് ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരോടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, എൻ്റെ കുഞ്ഞേ, ഈ കറുത്ത ബൈബിളെ നമ്മൾ ചുമക്കുമ്പോണ്ടല്ലോ, അത് നമ്മെ ചുമക്കുന്നൊരു കാലമുണ്ട്. നമ്മെ അത് ചുമക്കും. ബൈബിൾ നമ്മെ ചുമക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ ചുമക്കുവാൻ ആഗ്രഹിച്ചാൽ കർത്താവ് നമ്മളെ ചുമക്കും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാ ദിവസവും വായിക്കണം. ഒരു ദിവസത്തേക്കല്ല, എല്ലാ ദിവസവും ബൈബിൾ വായിക്കണം. ഒരു 2-3 ചാപ്റ്ററെങ്കിലും വായിക്കണം. അതാണ് ഒരു ദൈവവൈതൽ ചെയ്യേണ്ടത്. 3 അധ്യായമെങ്കിലും നമ്മൾ വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിരുത്തി, അതായത് ഏകാഗ്രതയോടുകൂടി നമ്മൾ വായിക്കണം. മറ്റുള്ള എല്ലാ ചിന്തകളും വെടിഞ്ഞ് ദൈവസന്നിധിയിലായിരുന്ന് നമ്മൾ വായിക്കുമ്പോൾ ദൈവം നമ്മുടെ ചിന്തകളെ മാറ്റിത്തരും. അതുപോലെ തന്നെ അനാവശ്യമായ ചിന്തകൾ മാറ്റിത്തരും. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ കണ്ണ് കർത്താവ് തുറന്നു തരും. നമുക്ക് ബുദ്ധി തരും, നമുക്ക് ജ്ഞാനമുണ്ടാകും, അറിവുണ്ടാകും, ദൈവ ഭയമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും നിങ്ങൾ വേദപുസ്തകം വായിക്കുവാനായിട്ട് ധ്യാനിക്കാം. പിന്നെ ഈ വചനങ്ങളാൽ ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണ്ടി പറയുവാനുള്ളത്, ആർക്കെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പറുകൾ ഇട്ടാൽ ഞങ്ങളുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എനിക്ക് മിക്ക കുഞ്ഞുങ്ങളിലും ദൈവഭയമില്ലാതെ, വേദപുസ്തകം വായിക്കാതെ, ധ്യാനിക്കാതെ, കർത്താവിനെ സ്തുതിക്കാതെ അവൻ്റെ ഇഷ്ടത്തിൽ കടന്നു പോകുന്ന ഒരു കാലത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലരും അങ്ങനെയായിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ പ്രാർത്ഥന ആവശ്യമാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ സ്വർഗ്ഗം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.